പ്രിയപ്പെട്ടവരെ, എ ആൻഡ് പി ഓൺ ദ വേ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങളുടെ ഗാർഡനിലുള്ള പ്ലാന്റ്സിൽ നിന്ന് എൻലിസ്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. വീഡിയോ ഭയങ്കര ലെങ്തി ആവും എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇതിനെ 2-3 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അച്ചിമേനിസ് എപ്പോഴും പൂവുണ്ടാവുന്ന മനോഹരമായ ഒരു പ്ലാന്റാണത്. അഡീനിയം പിന്നെ എല്ലാവർക്കും പരിചയമുള്ള ഒരു പ്ലാന്റാണ്. അഗ്ലോണിമ ഏതാണ്ട് ഒരു 19 ഇനം അഗ്ലോണിമകൾ ഞങ്ങളുടെ പക്കലുണ്ട്. കളക്ഷൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായുള്ളൂ. എപ്പോഴും പൂവുണ്ടാവുന്ന അലമാൻഡ, അതെല്ലാവർക്കും പരിചയമുള്ള ഒരു പ്ലാന്റാണ്. ചെറുതും വലുതുമായിട്ടുള്ള 6 ഇനം അലോക്കേഷ്യയാണ് ഞങ്ങൾക്കുള്ളത്. അലോവേരയുള്ളത് 2 ഇനമാണ്, വലുതും ചെറുതും. ഓൾട്ടർ നന്ദേര നിലവിലൊരു 4 ഇനം ഓൾട്ടർ നന്ദേരയാണുള്ളത്. അടുത്തത് ആന്തൂറിയമാണ്. ആന്തൂറിയം 2 തരം ആണ് ഉള്ളത്. അരേലിയ ഒരു 6 ഇനത്തിൽപ്പെട്ട അരേലിയകളുണ്ട്. എല്ലാം ഇപ്പോൾ നട്ട് പിടിപ്പിച്ച് വന്നിനുള്ളൂ. ഇത് ശംഖുപുഷ്പമാണ്. പണ്ടൊക്കെ ബൊക്കയിൽ എവർഗ്രീൻ പോലെ ഉപയോഗിച്ചിരുന്നൊരു പ്ലാന്റാണ് ഇത്. പിന്നെ ബാൽസം പരിചയമില്ലാത്തവരുണ്ടാവില്ല. എപ്പോഴും പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ്. ഇത് ബ്ലൂ ഡേയ്സ്, നല്ല പൂവാണ് ഇതിൻ്റെ. ബിഗോണിയയുടെ കളക്ഷൻ തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 13 ഇനം ബിഗോണിയയാണ് ഞങ്ങൾക്കുള്ളത്. ബ്ലീഡിങ് ഹാർട്ട് വൈൻ, വെള്ളപ്പൂവുണ്ടാവും ചുവന്ന പൂവുണ്ടാവും, അത് രണ്ടും കൂടി ഒന്നിച്ച് വളർത്തിയേക്കാം. ഇത് ബ്ലീഡിങ് ലീഫ് എന്ന് പറഞ്ഞ ഒരു ചെടിയാണ്. ബ്രൈഡൽ ബൊക്കെ പ്ലാന്റ് ഒരിക്കൽ നിറയെ പൂവുണ്ടായി കൊഴിഞ്ഞു പോയി, പിന്നെ വീണ്ടും പൂവുണ്ടാവാൻ വേണ്ടി തളിർത്ത് വന്നിരിക്കുക. ബോൺസെറ്റർ അല്ലെങ്കിൽ വെൽഡ് ഗ്രേപ്പ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റാണിത്. ബൊഗേൻവില്ല അത് വെട്ടിയൊരുക്കി വെച്ചിട്ടുള്ളൂ, പൂക്കാലം ആയിട്ടില്ല. ബബിൾ പ്ലാന്റ്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണിത്. ബേൺഫേൽസിയ, ഇതിനെ യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്നും വിളിക്കാറുണ്ട്. ഇതൊരു ചെറിയ കാക്ടസ് ആണ്. കലേഡിയം ഏതാണ്ട് എല്ലാം നാടൻ വെറൈറ്റി, ഏതാണ്ട് 7 ടൈപ്പ് കലേഡിയങ്ങൾ ഇവിടെ ഉണ്ട്. കലാത്തിയ ആണെങ്കിൽ ഒരു 19 ടൈപ്പ് കലാത്തിയ ഉണ്ട്. അതിൻ്റെ കളക്ഷൻ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. കലീസിയ
ഫ്രാഗ്രൻസ്, റിപ്പൻസ് ആൻഡ് ഡ്രാഗൺ ടെയിൽ. ഇങ്ങനെ 3 ഇനം കലീസിയകളാണ് ഇവിടെ ഉള്ളത്. കാറ്റ്സ് ക്ലോ എപ്പോഴും പൂവുണ്ടാവുന്ന ഒരു പ്ലാന്റ് അത്. ഇത് കാറ്റ്സ് ടെയിലിൻ്റെ ഒരു ചെറിയ മിനിച്ചർ രൂപമാണ്. സെലോസിയ അത് പൂവൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. കോലസ് അതിൻ്റെയും കളക്ഷൻ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 4 ഇനമുണ്ട്. ഇത് ചൈനീസ് ക്രോട്ടൺ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. ഇത് ചൈന ഡോൾ, ഇൻഡോറൊക്കെ വയ്ക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. ഇത് ക്രിസ്മസ് കാക്ടസ്, ഡിസംബറിലാണിത് പൂക്കുക. ക്രോട്ടൺ ഏകദേശം ഒരു 8 തരം ക്രോട്ടനുകളുണ്ട്. ഡാലിയ എല്ലാവർക്കും അറിയാവുന്ന പ്ലാന്റാണല്ലോ. ഡിഫൻബാച്ചിയ, അതൊരു 3 തരം ഡിഫൻബാച്ചിയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഡിഷീഡിയാണ്. ഡ്രസീന അഥവാ കോഡിലൈൻ, ഇതിപ്പോൾ ഏകദേശം ഒരു 18 ഇനമുണ്ട്. ഡക്ക് ഫീറ്റ് പ്ലാന്റ്, ഇതിൻ്റെ ഇല ഒരു താറാവിൻ്റെ കാല് പോലിരിക്കുന്നതുകൊണ്ടായിരിക്കണം ആ പേര്. എപ്പീഷ്യ 2 കളറാണ് ഇപ്പോൾ ഉള്ളത്. യുജീനിയ നിൽക്കുന്ന സ്ഥലത്ത് വലിയ തണലായതുകൊണ്ട് അത് നന്നാവുന്നില്ല, അതിൻ്റെ നിറം മാറുന്നില്ല. ഏതാണ്ട് ഒരു 11 ഇനം ഫേണുകളാണ് ഇപ്പോൾ ഉള്ളത്. ഫയർ ക്രാക്കർ പ്ലാന്റ്, ഇത് 2 തരമാണുള്ളത്. വെള്ളയും ചുവപ്പും പൂ ഉണ്ടാകുന്നത്. ഫിറ്റോണിയ 2 തരമാണുള്ളത്. ഈ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുക, കാരണം ഇപ്പോൾ തന്നെ 150-ൽ കൂടുതൽ പ്ലാന്റ്സ് ആയി. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വൈകാതെ കാണാം. താങ്ക് യു.